ഹായ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. രാവിലെ തന്നെ എഴുന്നേറ്റപ്പാടാന്ന് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ പാലക്കം തട്ടിലെ മൂൺ വാലി റിസോർട്ടിലാണുള്ളത് കേട്ടോ. നമ്മൾ ചങ്ങായിമാരെല്ലാം കൂടിയിട്ട് ഇന്നലെ ഉച്ചക്കേശം ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇന്ന് ഉച്ചക്ക് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യും. 2 റൂമാണ് എടുത്ത് നമ്മൾ. ഇതാ ഒരു റൂം കേട്ടോ. 2 ബെഡും ഒരു ബാത്റൂമും. നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല അടിപൊളി വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഏറ്റവും ടോപ്പിൽ നമ്മളില്ലേ. ഇതാണ് ഗ്ലാസ് കേട്ടോ. ഇവിടെ നോക്കി നല്ല കോടമഞ്ഞും നല്ല വ്യൂവും കിട്ടും. നല്ല അടിപൊളി വ്യൂ ആട്ടോ. നോക്കിയാ വെയിൽ വന്നു തുടങ്ങി. കുറച്ച് നേരത്തിൽ നല്ല കോടയുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം കുറച്ച് വെയിൽ വന്നു തുടങ്ങി. തൊട്ടപ്പുറന്ന് മറ്റേ റൂം. നമ്മൾ 8 ആളായിട്ടൊന്നും ഇല്ലത്. അതുകൊണ്ട് 2 റൂം എടുത്തിന്. ചങ്ങായിമാരിലും താഴെയല്ല. ഞാൻ എഴുന്നേക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. സ്റ്റെപ്പ് ചെയ്തിട്ട് താഴേക്ക് പോയിക്കോളാം. തൊട്ടിപ്പുറം തന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പോൾ ചങ്ങായിമാരിൽ ആടിയില്ലേ. ഇന്നലെ കിടക്കാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് ഉറക്ക് ശരിയായിട്ടില്ല. കണ്ണുമുകലെല്ലാം തോലില്ലേ. ഞാൻ താലേക്ക് കാണിച്ചതാണ്. ഇവിടെ നിന്ന് താലേക്ക് സ്റ്റെപ്പ്. ഞാൻ മറ്റേ റൂം കാണിച്ചുതരാം കേട്ടോ. ഇവിടുന്ന് മുകളിലേക്ക് സ്റ്റെപ്പ്. ഇതാണ് മറ്റേ റൂം. 2 ഏകദേശം സെയിം തന്നെയാണ്. ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം. ടീമായിട്ടിലും വരാൻ പറ്റിയ നല്ല അടിപൊളി റിസോർട്ടാട്ടോ. ഇതാ അടുത്ത റൂം. ഒരു ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. ഇതാ ടോയ്ലറ്റ്. ഇത് ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ പുറത്തേക്കെല്ലാം കാഴ്ചയിലും കാണാം കേട്ടോ. ഇത് നമ്മുടെ ടീമല്ല നടക്കുന്ന വണ്ടിയിൽ എടുത്ത് തന്നെ പാർക്ക് ചെയ്യുക. ഇത് നമ്മൾ 2 കാറാണ്. നല്ല അടിപൊളി തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ഇന്നലെ അങ്ങനെ നമ്മളിവിടെ എത്തുമ്പോഴേക്കും നല്ല മഴ പെയ്യുന്നു കേട്ടോ. ഇടിയും മഴയും കാറ്റും ഒന്നും പറയണ്ട. നമ്മുടെ നാട്ടിൽ ചൂടെടുത്ത് ഭ്രാന്തായിട്ടാണ് നമ്മൾ കുറച്ച് തണുപ്പ് കിട്ടാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നല്ല മഴയും കൂടെ പെയ്ത് ഭയങ്കര തണുപ്പായിപ്പോയി. നല്ല കോടയിലുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ കാണിച്ചത്. ഞാൻ പിന്നെ എഴുന്നേൽക്കാൻ കുറച്ച് ലേറ്റായി പോയിട്ടാണ്. ചങ്ങായിമാർ രാവിലെ എഴുന്നേറ്റിട്ട് പാലക്കം തട്ടിൻ്റെ അടം വരെ പോയിന് പോലും. തൊട്ടപ്പുറം തന്നെ പാലക്കം തട്ട്. വീട്ടിലിരുന്നിട്ട് ഭക്ഷണം കഴിക്കാട്ടോ. നമ്മൾ രാത്രി കുറേ സമയം ഇവിടെ ഇരുന്ന് കുറേ വർത്താനം പറഞ്ഞ് ഭക്ഷണം കഴിച്ചു. നല്ല തണുത്ത കാറ്റടിക്കും. ഫുള്ള് സമയം 7 മണി എത്ര ഇതാ സൂര്യൻ വന്നു തുടങ്ങി കേട്ടോ. നമ്മൾ ചങ്ങായിമാരിലും കൂടിയിട്ട് 1 കൊല്ലം മുമ്പായിട്ട് ഇവിടെ വന്നതാണ്. ഞാനൊന്നും ഉണ്ടായിട്ടില്ല. 2 കൊല്ലം മുമ്പ് നമ്മൾ ചങ്ങായിമാരിലും കൂടി ഇവിടെ വന്ന കേട്ടോ. അന്ന് നമുക്ക് വരാൻ പറ്റിയിട്ടില്ല. നല്ല അടിപൊളി സ്ഥലം. കുറച്ചും കൂടി രാവിലെ എഴുന്നേൽക്കണേ. എന്നാൽ പിന്നെ ആ കോടമഞ്ഞെല്ലാം കാണുമ്പോൾ ഒരു നല്ല ഇതാണ്. പക്ഷേ ലേറ്റായി പോയി. വീട്ടിൽ നിന്നുള്ള 8 മണിക്ക് എഴുന്നേൽക്കുന്നതാണ്. അതുകൊണ്ട് ആ ഒരു ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറങ്ങിപ്പോയതാണ്. നമ്മൾ ചങ്ങായിമാർ രാവിലെ തന്നെ ഊഞ്ഞാലാടുന്ന കേട്ടോ. നിഖിലേ എന്നിട്ട് സുജേഷ് ഏട്ടാ. ഇവര് സുജേഷ് നമ്പർ തന്നു. നമ്മുടെ പരസ്യക്കടവ് പാലത്തിൻ്റെ ഒട്ടിപ്പുറം. ഇത് നിഖില് പള്ളിക്കുന്നാണ്. നിങ്ങൾ ഇവരെല്ലാം കണ്ടിട്ടുണ്ടാവും. കണ്ടിരുന്ന കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ 3-4 ചങ്ങായിമാർ അപ്പുറമുണ്ട്. അവർ വരുന്നുണ്ട്. അത് ചാടിക്കലട്ടോ. ഫുൾ മരങ്ങളിലായിട്ട് നല്ല അടിപൊളി സൂപ്പർ സ്ഥലം. നമ്മൾ അപ്പോട്ടും ദിവ്യയും വരുന്നുണ്ട്. അപ്പോട്ടാ ചായ കാപ്പിയാ? ചായ കട്ടൻ ചായ. ദിവി ഇപ്പം പോയി അപ്പോട്ടെ ചട്ട എടുക്ക്. ഇതാ റിജേഷ് ഏട്ടാ. ഇതാ നമ്മളെ മെയിൻ കാർണോറാട്ടോ, നേതാവ് ദിനേശ് കുറ്റാട്ടർ. അവരെന്നല്ല നമുക്ക് ചെറിയ മാങ്ങൽ കൊണ്ടു തന്നെ. ആ മാങ്ങൽ തന്നു. ഇത് നമ്മളെ കലേഷാട്ടനാ. അവരെ മിലിറ്ററിയിൽ നിന്ന് ലീവിൽ വന്നതാണ്. കുറച്ച് ദിവസം കൊണ്ട് ലീവില്ല കേട്ടോ. അവരെല്ലാം ചാടിക്കില്ല. ഞാൻ പിന്നെ പല്ലം തേച്ചില്ല. നല്ല അടിപൊളി സ്ഥലം. അധികം ആൾക്കാരും അങ്ങനെ വേറെ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല അടിപൊളി സൂപ്പർ. ലേറ്റായിട്ട് ഉറങ്ങിയോണ്ട് ഉറക്ക് ശരിയായിട്ടില്ല. അതേ പ്രശ്നമുള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങ് പറയുന്നുള്ള കുറച്ച് ആടെ രാവിലെ തന്നെ ആളുടെ നമ്മൾ എത്തുമ്പോൾ ആളുടെ അതിന്റെ മുകളിൽ ആള് കയറിക്കുന്ന നേരത്താ. ദിവേ എന്നിട്ട് കട്ടൻ ചായ അടിപൊളിയാ. റിജേഷ് അണ്ണേച്ചിന് കലാശാട്ടം എന്തുണ്ട്? അടിപൊളിയല്ലേ? സൂപ്പർ. അപ്പോട്ടെ എന്തുണ്ട്? അടിപൊളി കട്ടൻ ചായ അല്ലേ? നമുക്ക് വെച്ചിട്ടില്ല. നമുക്കില്ല കട്ടൻ ചാടിയില്ല. ആലോചന റിജേഷ് ഏട്ടൻ വെച്ച കട്ടൻ ചായ പോലെ കേട്ടോ.
മുട്ടേനും കിട്ടൂല. നമ്മള് ചായ കുടിച്ച വീടി ആടെ ആ വളവിൽ 1 കിലോ രാവിലത്തെ നല്ല സുഖം മുടിച്ചല്ലേ എഴുന്നിട്ട് നല്ല അടിപൊളി. അനക്ക് നെഗില് ചായ കൊണ്ട് തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ എടുത്തിട്ട് വേണം. അപ്പോൾ ഞാൻ പോകാൻ മടിച്ചിട്ട് ഓൻ കൊടുത്തു തന്നട്ടാ. കുടിച്ചോട്ടെ കട്ടൻ ചേട്ടാ. നല്ല സുണ്ട് കേട്ടാ, സൂപ്പർ. കുറച്ച് കഴിയുമ്പോൾ ഫ്രഷ് ആയിട്ട് പോകണം. ഇവർ ഉച്ചവരെ ഇവിടെ തന്നെ ഉണ്ടാവും തോന്നുന്നു. അനക്കാണെങ്കിൽ ഒരു കല്യാണം ഉണ്ട്, ശ്രീണ്ടാകും പരിപ്പായി. ഞാനിവിടുന്ന് കുറച്ച് വേഗം വിടും കേട്ടോ. പാലക്കത്തോട്ട് കാണാൻ പോകണമെന്നെല്ലാം ഉണ്ടേ, പക്ഷേ അങ്ങനെ പോയാൽ ലേറ്റ് ആവില്ല. ഇവിടെ ചക്കിയുണ്ട് കേട്ടോ, നോക്കിയാ കുറേ ചക്കിയുണ്ട്. മൂത്തിട്ടില്ല, കുറേ ഉണ്ട്. മുളോളം ചക്ക കേട്ടോ. മൂത്തിനെങ്കിൽ 2-3 വീട്ടിലേക്ക് പറിക്കാനോ, പക്ഷേ എങ്കിൽ മൂത്തിട്ടില്ല. ഇതാ തൊട്ടിപ്പുറം ഇടിയുണ്ട് കേട്ടോ. കുറേ ചക്കയുണ്ട്. ഞാൻ കിച്ചണിലും കാണിച്ചു തരാം. നമുക്ക് ഫുഡ് ഇടുന്ന തന്നെ ഉണ്ടാക്കാം കേട്ടോ. സാധനം കൊണ്ടായിട്ട് ഫുഡ് ഇടുന്ന തന്നെ ഉണ്ടാക്കാം. പിന്നെ നമ്മൾ ഇന്നലെ പിന്നെ പാർസൽ വാങ്ങുന്നതിന്, നമ്മൾ ലേറ്റായിട്ട് വന്നുകൊണ്ട് പാർസൽ വാങ്ങുന്നതിന്. ഇതാണ് കിച്ചൺ കേട്ടോ. നമുക്ക് ഇതിനകത്ത് അത്യാവശ്യം ഉണ്ട് കേട്ടോ, സംഭവങ്ങളുണ്ട്. ഫ്രിഡ്ജുണ്ട്, പിന്നെ സാധനം വെക്കാൻ ബോക്സ് കാര്യങ്ങൾ, കബോർഡെല്ലാം ആക്കിയിട്ടുണ്ട്. ഗ്യാസ് ഉണ്ട്, സ്റ്റൗ ഉണ്ട്, എല്ലാ സംഭവങ്ങളുണ്ട്. വാഷ് ചെയ്യുന്ന ഉണ്ട്. ഒരു നല്ല സംഭവം നല്ല തന്നെ. ചെറിയ റൂമാണ്, എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ തന്നെ ഫുഡെല്ലാം വെച്ച് അടിപൊളിയായിട്ട് ആക്കാം. ഇവർ കഴിഞ്ഞ പ്രാവശ്യം വന്ന നേരം ഇവിടെ തന്നെ ഫുഡെല്ലാം ആക്കും. ഇതിന് ഒരു ഓഫീസായിട്ടാ. നമ്മളെ റൂം ഇതാ മുകളിലെത്തിയാ കേട്ടോ. നമ്മളെ റൂം വെയിൽ വന്നു തുടങ്ങി കേട്ടോ. സമയം ഏകദേശം 7:30-8 മണി ആവാനായി. വെയിൽ വന്നു തുടങ്ങി. നമ്മളെ വണ്ടി ആട്ടിയതല്ലോ, 2 കാറും പിന്നെ 3-4 സ്കൂട്ടിയും. അതിൽ റിസോർട്ടാണ് കാണുന്നത്. അതിന് തൊട്ടപ്പുറമാണ് പാലക്കന്തട്ട്. പിന്നെ ഇവിടെ നേരെ തായും റിസോർട്ടുണ്ട് കേട്ടോ. ഞാൻ സ്വിമ്മിംഗ് പൂള് കാണിച്ചുതരാം. നമ്മളിന്നലെ രാത്രി കുറേ സമയം കുളിച്ചിന് കേട്ടോ. ഇപ്പം രാവിലെ തന്നെ കുളി തുടങ്ങിയില്ല, കുറച്ച് കഴിയുമ്പോൾ കുളിക്കണം അത്രേ. ഇതാണ് സ്വിമ്മിംഗ് പൂൾ കേട്ടോ. നല്ല അടിപൊളി വെള്ളമാണ്, വേറെ കച്ചറയും കാര്യങ്ങളൊന്നുമില്ല. നല്ല അടിപൊളി വെള്ളമാണ്. വീടും റൂമുണ്ട് കേട്ടോ. അവിടെ വേറെ ഏതോ ടീം ഇന്നലെ വന്നിന്. അവരിൽ ഇന്നലെ 1 മണിക്ക് 1:30 കുളിക്കുന്നുണ്ട്. അതിലും കടന്നുറങ്ങല. ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലേക്ക്. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, നല്ല സൗകര്യമുണ്ട്. നമുക്ക് കുളിക്കാനും പുറത്തിരിക്കാനും എല്ലാം നല്ല സൗകര്യമുണ്ട്. നല്ല അടിപൊളി വെള്ളം. ഇന്നലെ ഏകദേശം ഒരു 1-2 മണിക്കൂർ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ തന്നെയാണ് കേട്ടോ. എന്നാലും പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കുളിക്കുന്ന സമയം ഫോണിൽ വെള്ളമാക്കണ്ട വെച്ചിട്ട് അങ്ങനെ വീഡിയോ നിർത്തിയില്ല കേട്ടോ. സുജേഷ് ചേട്ടാ നിഖിലേ ഒന്നുണ്ട് സ്വിമ്മിംഗ് പൂളിലത്തെ ഇന്നലത്തെ കുളിയല്ലോ? ഇന്ന് നമ്മളിപ്പോൾ കുളിയൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ കുളിക്കും അല്ലേ? അപ്പോൾ നമ്മൾ പോകാനാകുമ്പോൾ ഒരു കുളിയുണ്ട് കേട്ടോ. ഇന്നലെ കുളിച്ചിട്ട് അടിപൊളിയല്ലേ? നല്ല വെള്ളമെല്ലാം അടിപൊളി, അങ്ങനെ കച്ചറിയൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഇന്ന് മെയ് 1 ആയതുകൊണ്ട് എല്ലാവർക്കും ലീവാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ വൈകുന്നേരം ഇങ്ങോട്ട് വന്നത്. എവിടെയും പോകണ്ട. പിന്നെ എനിക്കൊരു കല്യാണമുണ്ട്, കല്യാണത്തിന് പോകണം. അതുകൊണ്ട് ഞാനിവിടുന്ന് കുറച്ച് നേരത്തെ പോകാമെന്ന് വിചാരിക്കുന്നത്. ഇവരെല്ലാം എന്തായാലും ഉച്ച വരെ ഇവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് ഉച്ചക്ക് ഇവരിപ്പോൾ ഇവിടുന്ന് നേരെ പാലക്കന്തട്ട് പോകും, എന്നിട്ട് നേരെ നാട്ടിലേക്ക് പോകും. എത്ര സമയം വരെ ഇടാം നമുക്ക് ഇന്ന് ഉച്ചക്ക്? 12 മണി. ഇന്നലെ 12 മണി തൊട്ടില്ലേ? ഇന്നലെ ഉച്ചക്ക് 12 മണി തൊട്ടിട്ട് ഇന്ന് 12 മണിയുടെ ടൈം. നമ്മൾ ഇന്നലെ എല്ലാം ലേറ്റ് ആയിന്. ഇന്നലെ 3 ആളായിട്ട് ഏകദേശം ഒരു 5 മണി 6 മണിയാകുമ്പോൾ എത്തിയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും 7-8 മണിക്ക് എത്തിയ. ഇന്നലെ നല്ല മഴയും പെയ്തുകൊണ്ട് ലേറ്റായി പോയി. അതുകൊണ്ട് ഇന്നലെ രാത്രിക്കൊന്നും അങ്ങനെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. സ്വിമ്മിംഗ് പൂളിൽ കുളി കേട്ടാ. രാവിലെ തന്നെ സ്വിമ്മിംഗ് പൂളിൽ കുളി. ഞാനൊന്ന് കുളിക്കട്ടെ കേട്ടോ. ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കുളിക്കാൻ എടുക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം ആടിത്തിമർക്കലാട്ടാ. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. വിളിച്ചിട്ട് വന്നോ.
ടീമായിട്ട് വരാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാട്ടാ. നല്ല സംഭവം സൂപ്പറാണ്. തലേന്ന് വന്നാൽ പിറ്റേന്ന് ലീവ് ഉണ്ടെങ്കിൽ നല്ല സുഖമാണ്. ഒരു ഉച്ചയാകുമ്പോൾ ഇവിടുന്ന് പോവാം, പിന്നെ പാലക്കം തട്ട് കാണാം. നമ്മളിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ്. ഞാനില്ല, ഇവർ 2ാമത്തെ പ്രാവശ്യമാണ്. ഞങ്ങൾക്ക് ആദ്യം വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഓക്കെ, പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ പറയൂ. ബൈ ബൈ.